ആദ്യം റിജിലേക്കാണ്. റിജിൽ, ഇന്നിപ്പോൾ ഹൈക്കോടതി വിധി 29 വർഷമായി CPM-ൽ നിന്നും തുടർച്ചയായി കെ സുധാകരൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാരോപണം, ആ ആരോപണം ഇനി ഉന്നയിക്കാൻ CPM-നാകില്ല എന്നാണോ കോൺഗ്രസ് കരുതുന്നത്? EP-യുടെ ഇന്നത്തെ പ്രതികരണത്തിൽ സുപ്രീം കോടതിയിലേക്ക് സർക്കാർ പോകണം, താനും അത് ആലോചിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഇവിടെ പറഞ്ഞതുപോലെ തന്നെ 29 വർഷമായി രാഷ്ട്രീയപരമായും കായികപരമായും ശാരീരികപരമായും എല്ലാം ശ്രീ കെ സുധാകരൻ CPM വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം ഇന്ന് ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിട്ടുള്ള വിധി അദ്ദേഹത്തിനെതിരായി CPM ഇക്കാലം അത്രയും കെട്ടിഘോഷിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഗുണ്ടയെന്നും അതോടൊപ്പം തന്നെ കൊലപാതകിയെന്നും ആ രൂപത്തിൽ എല്ലാ രൂപത്തിലുള്ള പ്രചാരവേലയും നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോയ ഒരു കേസ്, ആ കേസിനകത്ത് നിന്ന് അദ്ദേഹത്തിന് ഇന്ന് ഹൈക്കോടതി തന്നെ വിടുതൽ കൊടുത്തിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അത് കെ സുധാകരൻ്റെ രാഷ്ട്രീയ പൊതുജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏറ്റവും ഉജ്ജ്വലമായി മുമ്പോട്ട് പോകാൻ സാധിക്കുന്ന ഒരു വിധിയായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാൻ സാധിക്കും, ആന്ധ്രയിലാണ് ഈ സംഭവം നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുക്കാനുള്ള വലിയ സമ്മർദ്ദം ഉണ്ടായി. അദ്ദേഹത്തെ പ്രതിയാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടെടുത്തു. ആ ഘട്ടത്തിലെല്ലാം ആന്ധ്രയിലെ ഒരു കോടതിയും അദ്ദേഹത്തിനെ അവിടെ വിചാരണക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പരാതികൾ EP ജയരാജൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് ആ പരാതികൾക്കകത്തൊന്നും കഴമ്പില്ല എന്ന് ബോധ്യപ്പെട്ട് അത് ഹൈക്കോടതി തള്ളിയപ്പോൾ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് പോയി. സുപ്രീം കോടതിയും തള്ളി എന്നതിന് ശേഷമാണ് വീണ്ടും നായനാർ ഗവൺമെൻറ് ഈ കേരളം ഭരിക്കുന്ന സമയത്ത്, എനിക്ക് തോന്നുന്നു 1997 EP ജയരാജൻ ഒരു സ്വകാര്യ അന്യായം അദ്ദേഹം തിരുവനന്തപുരത്ത് കൊടുക്കുകയും ആ തിരുവനന്തപുരത്തെ കോടതി അത് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ കൈമാറി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു FIR ഇട്ടുകൊണ്ട് അദ്ദേഹത്തെ രാഷ്ട്രീയപരമായി അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ MLA ആണ് അദ്ദേഹം, DCCയുടെ പ്രസിഡന്റാണ്, അദ്ദേഹത്തെ തലശ്ശേരിയിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ കൊണ്ടുപോയി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്ത് അദ്ദേഹത്തെ ജയിലിലടച്ചു. അതിന് ശേഷം ഒരുപാട് രാഷ്ട്രീയപരമായി ഇവർ എല്ലാ തരത്തിലും കെ സുധാകരൻ ഈ കേസിനകത്ത് കൊടുക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിനകത്ത് ഈ കൊലപാതക ശ്രമം ആരോപിക്കപ്പെടുന്നതിന് വേണ്ടി വലിയതായ ശ്രമങ്ങൾ നടത്തി. ശ്രീ കെ സുധാകരനും ശ്രീ MV രാഘവനും എതിരായി മൊഴിയുണ്ട് എന്ന് CPM എല്ലാ കാലത്തും പ്രചരിപ്പിച്ചു. അങ്ങനെ എല്ലാം മുമ്പോട്ട് പോയിട്ടും അങ്ങനെ ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തെ ഒരു തരത്തിലും ഈ പ്രതിയാക്കപ്പെടാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, EK നായനാരുടെ സർക്കാരുണ്ടായി, VS അച്യുതാനന്ദൻ്റെ സർക്കാരുണ്ടായി, പിണറായി വിജയൻ 2 തവണ കേരളം ഭരിക്കുകയാണ്. എന്നിട്ട് ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന് എതിരായിട്ടുള്ള ഒരു തെളിവ് കണ്ടെത്താനോ അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാനോ നിയമപരമായി അദ്ദേഹത്തിന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനോ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. അതിനുശേഷമാണ് വീണ്ടും EP ജയരാജൻ ഈ കേസുമായി ഹൈക്കോടതിയിലേക്ക് പോവുകയും ആ ഹൈക്കോടതി തന്നെ പല വാദങ്ങളും പ്രതിവാദങ്ങളും കേട്ട് അങ്ങനെ ഏറ്റവും ഒടുവിലാണ് ഇന്നത്തെ ഇത്തരത്തിലുള്ള ഒരു സുപ്രധാനമായ വിധി. അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടാണ്, അദ്ദേഹത്തെ ഈ കേസിനകത്ത് ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്തരം ഒരു വിധി വന്നിട്ടുള്ളത്. തീർച്ചയായും CPM-ന്റെ രാഷ്ട്രീയ ആരോപണത്തിന്, CPM-ന്റെ സംഘടിതമായി കെ സുധാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിന് കനത്ത തിരിച്ചടിയാണ് ഈ വിധിയിലൂടെ വന്നിട്ടുള്ളത് എന്നതാണ് ഞങ്ങൾ. Debate with Smriti Parithikad.